Good morning. Good morning, Morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good Good morning. morning. Good Morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Any problem? Like, ആർക്കാ എന്താ പറ്റി? ഒന്നും പറ്റിയില്ല മാം. പല്ലെടുത്തുണ്ടായിരുന്നു, അത് എങ്ങനെയുണ്ടെന്ന് അവര് ചോദിച്ചതാ. ഓക്കെയാണ്. പല്ല് എടുത്തതല്ല, എനിക്കൊരു എക്സ്ട്രാ പല്ല് കാരണം ഞാൻ പലപ്പോഴും തലകുത്തി മറിയാറുണ്ട്. പല്ല് വീണ വന്നാ നല്ല വിഷമം. ഓക്കെ, എത്ര പല്ല് എടുത്തു? രണ്ടാമത്തതാ. എന്തെടുക്കാൻ കാരണം? അത് സൈഡിലാണ് ഹോള്. അപ്പൊ മറ്റുള്ള പല്ലിനും കേട് വന്നിട്ടെ പല്ലെടുത്തത് ഓക്കെ, പക്ഷെ അതിന്റെ മുകളില് പുണ്ണ് വന്നു, സ്റ്റിച്ചിന്റെ മുകളില്. പുണ്ണ് വരുന്ന പ്രകൃതി ആയതുകൊണ്ട് തോന്നുന്ന ആ ഇഞ്ചക്ഷന്റെ ആ ഒരു ഇതായിട്ട് വരുന്നതാണ്. അപ്പൊ അതാ പ്രശ്നം. സ്റ്റിച്ചൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിന്റെ സൈഡില്. അപ്പൊ അത് ഉണങ്ങിയതിന് ശേഷം സ്റ്റിച്ച് എടുക്കാൻ പറ്റും. എന്താ ഓപ്പൺ വൂണ്ടോ അങ്ങനെ എക്സ്റ്റേണൽ പാർട്ടിലാണെങ്കിൽ ഈ ഓക്കെ, നമുക്ക് കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇത് വായിലൊക്കെ ഭയങ്കര ആ സൈഡിൽ ഒരു 4 എണ്ണം വന്നിട്ടുണ്ട്. എല്ലാം ഈ വിസ്ഡം ടൂത്ത് ആണ്. അതെ അതെ, വിസ്ഡം ടൂത്ത് ആണ്. Okay, fine, we can start. Who is going to do prayer? ഞാനാണ് മാം. ദൈവമേ നിൻ പാദ പൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും ഇന്നും അറിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദ പൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. ദൈവമേ നിൻ പാദ പൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദ പൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നണമേ. താങ്ക് യു മാം. Very nice. അർച്ചന, അശ്വതി, ആരായിരുന്നു അത്? അർച്ചന. Yes. ഗീതു, നൈസ് സജഷൻ. ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ സ്ട്രിക്ട്ലി ഒരാളുടെ പ്രെയർ മാത്രമാണ് ഹോൾ ദ പ്ലസ് ആ 1 ഇയർ നടക്കാറുള്ളത്. വോട്ടിംഗ് ചെയ്തിട്ടായിരുന്നു. എല്ലാരെ കൊണ്ടും ഇംഗ്ലീഷിലെ പ്രെയർ എഴുതിക്കും, എന്നിട്ട് വോട്ട് ചെയ്യും. എല്ലാവരിലേക്കും പാസ് ചെയ്യും, പ്രെയർ പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുടെ പ്രെയർ ത്രൂ ഔട്ട് ദ അക്കാദമിക് ഇയർ, ആ ഒരു 1 ഇയർ ആയിരിക്കും നമ്മുടെ കോഴ്സ് കഴിയുന്നവരെ. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗുഡ്. എനിക്കതെന്തോ അത്ര ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതാണ് നമ്മളുടെ ഒരു റൂൾ. അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. ആൻഡ് ലക്ലി ഐ ഗോട്ട് ദ ചാൻസ്. എന്റെ പ്രെയർ ആയിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാവരുടെയും പ്രെയർ അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പറയാമെന്ന് പറഞ്ഞിട്ടും അത് സമ്മതിച്ചില്ല. ആ ഒരു പ്രെയർ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഐ പ്രിഫർ
എല്ലാവരുടെ ഭാഗത്തു നിന്നും വരണം എന്നുള്ള ഒരു ഇതാണ് എന്റെ ആഗ്രഹം. സോ അത് ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആകാം, ഇനി ലാംഗ്വേജ്. പ്രയറിനൊരു ലാംഗ്വേജ് ഇല്ലല്ലോ. പ്രയർ, സ്നേഹം, കുറെ കാര്യങ്ങൾക്കൊന്നും ലാംഗ്വേജ് ഇല്ലല്ലോ. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എന്നാലും അർച്ചനയുടെ പ്രയർ ഭയങ്കര ഒരു സൂത്തിങ്. ഒളിഞ്ഞിരിക്കുന്നവരുണ്ടാവും നല്ലപോലെ പ്രയർ ഒക്കെ പറയുന്നവര്, പ്രയർ എന്നല്ല പാടുന്നതോ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ മുന്നോട്ട് വരട്ടെ. ഓക്കെ, Quotes പറയട്ടെ മാം. യെസ് പ്ലീസ്. Good morning മാം. Good morning all. I am Sinu. I am from Ernakulam. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. ഓക്കെ, എനിത്തിങ് എൽസ്? സൈനിങ് പറയട്ടെ മാം. സൈനിങ് പറയലേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ മാധവിക്കുട്ടീന്റെ നെയ്പായസത്തിനെ കുറിച്ചാണ് പറയുന്നത്. മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്നൊരു ചെറുകഥയുണ്ട്. അതിനകത്ത് ഹൃദയഭേദകമായ ഒരു രംഗമുണ്ട്. അമ്മ മരിച്ചതറിയാതെ അമ്മയെ കാത്തിരിക്കുന്ന 3 മക്കൾ. അമ്മയുടെ അടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അച്ഛനോട് അമ്മ വന്നിട്ടില്ലേന്ന് ചോദിക്കുന്ന ഇളയ മകൻ. ആ രാത്രി അമ്മ മരിച്ചെന്ന് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി മിണ്ടാതെ ഇരിക്കുന്നു ആ അച്ഛൻ. അവളില്ലാതെ ഈ 3 മക്കളെ എങ്ങനെ പോറ്റുമെന്ന വ്യാകുലതയാണ് അയാൾക്ക്. കൽപ്പറ്റ നാരായണൻ മാഷിന്റെ ഒരു കവിതയുണ്ട്, ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. അങ്ങനെ തുടങ്ങുന്ന വരികൾ രണ്ടും നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മയില്ലാത്ത വീട് വീടല്ല. അമ്മയുടെ പ്രാധാന്യം, സ്നേഹം എല്ലാം എത്രമാത്രം വലുതാണെന്ന് ഈ കവിതയും കഥയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു മാം. ഞാനിത് കേട്ടപ്പോ എവിടെയോ വായിച്ചാൽ സ്റ്റാറ്റസിലാണോ അല്ലാതെ വായിച്ചാണോ എന്നറിയില്ല. റോസിനി, എന്താ പറയാ, നിങ്ങൾക്കത് ആ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വായിച്ചത് ഇതാണ്: അമ്മയുള്ളപ്പോൾ മരിക്കാൻ പേടി, അമ്മയില്ലാത്തപ്പോൾ ജീവിക്കാനും പേടി എന്ന് പറഞ്ഞിട്ടൊരു വരി. ഭയങ്കര ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കേട്ടപ്പോ ഭയങ്കര ഒരു തോട്ട് പ്രൊവോക്കിംഗ് അല്ലെ? ഓക്കെ, ഇതിനെക്കുറിച്ച് സ്പീച്ചൊക്കെ ഉണ്ട് ഈ കഥേനെ പറ്റി തന്നെ. സ്പീച്ചിന്റെ കൂട്ടത്തിൽ ഈ കഥേന്റെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. എനിവേ, എനിക്ക് തോന്നുന്നു അമ്മയായിരുന്നു നിങ്ങൾക്ക് ചേച്ചി. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഓക്കെ, എന്താ പറയാ, ലോസ് എപ്പോഴും ലോസ് തന്നെയാണ് അല്ലെ? ചില ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. സോ ഒരു ഫിനാൻഷ്യലി ലോസ് വന്നാൽ വി കുഡ് ഹാവ് ടു മേക്കപ്പ്, വി വിൽ ഡു ഇറ്റ് അല്ലെ? പക്ഷെ ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റില്ല. അവിടെയാണ് ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മുടെ ഇമോഷണൽ വെൽനെസ് ഇരിക്കുന്ന ഒരു ഭാഗമാണത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് both physical and mental. At the same time, physically fitness is important and well-being is also important. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് വെൽനെസ് എന്ന് പറയുന്നത്. ഈ വെൽനെസ് പല ഏരിയയിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ഇമോഷണൽ വെൽനെസ്. അപ്പൊ നമുക്ക് വരുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമല്ലല്ലോ അല്ലെ? അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് വരുന്ന ഈ അപ്പ് ആൻഡ് ഡൗൺസിനെ, സ്ട്രെസ്സിനെ, ടെൻഷനെ എല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് അതിലാണ്. മേ ബി ചില എന്താ പറയാ, ഗ്രീഫ്, സാഡ്നെസ് ഒക്കെ മാറാൻ കുറെ സമയം എടുക്കുമായിരിക്കും. ചിലത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ബട്ട് സംഭവം നമ്മളത് മാനേജ് ചെയ്ത് പോകും അല്ലെ? സോ അതുമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. വെൽനെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാം റിലേറ്റഡ് ആണ്. വെൽനെസ്സിന് പല ഏരിയ ഉണ്ട്, ഇപ്പോഴും റിസർച്ച് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് അല്ലെ? ക്ലൈമറ്റ് വെൽനെസ്, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. അപ്പൊ അതും നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കും. നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ്, എക്കണോമിക് വെൽനെസ്, സാമ്പത്തിക സ്ഥിതി മോശമായി കഴിഞ്ഞാൽ അത് നമ്മുടെ സുഖജീവിതത്തെ ബാധിക്കും. എക്കണോമിക് ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കുന്നതാണ്.
സിമിലർലി സോഷ്യൽ വെൽനസ്, സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ അതും സോഷ്യൽ വെൽനസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു ആളുകളുമായിട്ട്, സൊസൈറ്റിയായിട്ട് എങ്ങനെ, സൊസൈറ്റിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, അങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഒരു ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് അത് വരുന്നത്. മേ ബി 2-3 പേജസേ നമുക്കുള്ളെങ്കിലും ജസ്റ്റ് റെഫർ, നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് സബ്ജക്ട് സ്റ്റഡിങ്ങിലേക്ക് മാത്രം ഒതുങ്ങി പോകരുത്. ഔട്ട് ഓഫ് ദ ബോക്സ്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതാണ് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് ആണ്, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകണം. ആ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ കയറിയിട്ട് കുറെ നാളായതുപോലെ. എനിക്ക് കഴിഞ്ഞ ദിവസം അപർണ മിസ് എന്നോട് പറഞ്ഞു, മിസ് ഒത്തിരി ബാക്കിലാണ് കേട്ടോ എനിക്ക് ഏറ്റിരുന്ന് എന്നോട് പറഞ്ഞു. കാരണം നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട്, ആ ഒരു ടൈമിൽ ഓരോ പോർഷൻ ആകണം, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങണം, പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യണം, അതൊക്കെയാണ്. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രോബ്ലംസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലാസ്സസ് കുറെ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. സോ വേർ വി എവിടെയായിരുന്നു? എനിവേ ഐ വിൽ ട്രൈ മൈ മാക്സിമം ടു എക്സ്പ്ലോർ യുവർ വേൾഡ്. ഓക്കെ, എവിടെയാണ് നമ്മളിപ്പോ? സൈക്കോളജിക്കൽ PFA. PFA ഞാൻ കഴിഞ്ഞു, പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഇല്ല, പറഞ്ഞു. ഈ ഒരു ഇമോഷണൽ വെൽനെസ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ആ ഒരു സൈഡില് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, PFA പ്രൊവൈഡ് ചെയ്യുന്ന ആളും PFA കിട്ടേണ്ട ആളും, ദാറ്റ് മീൻസ് അത് നമ്മള് അത് അറിഞ്ഞിരിക്കണം. സംടൈംസ് വി ആർ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് PFA, സംടൈംസ് വി നീഡ് PFA. ശരിയല്ലേ? ഐ ആം ഹീലിംഗ് സോ മെനി പീപ്പിൾ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് മറ്റുള്ളവരെ കേൾക്കാൻ പറ്റും, അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്നോട് ചോദിച്ചാൽ ഐ ക്യാൻ ഗീവ് ദം സൊല്യൂഷൻ. ബട്ട് ചില സമയത്ത് വി ഓൾസോ നീഡ്, അല്ലെ? സംടൈംസ് നമ്മൾക്കും വേണ്ടി വരും, അങ്ങനത്തെ ഒരു ആവശ്യം വരും. മേ ബി ഒരു 10 പേരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും ആ ഒരു സ്ട്രെസ് ഇതാവുമ്പോൾ എനിക്ക് ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യണം, എനിക്കൊരു സ്പേസ് വേണം, എവിടെയെങ്കിലും പോയി എനിക്കിതുപോലെ പറയാൻ, അറ്റ്ലീസ്റ്റ് ബേസ്റ്റ് ഔട്ട് ആവാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കരയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒരിടം. അങ്ങനെ എല്ലാവർക്കും വേണ്ടി വരും. ചിലർക്ക് ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല, പെറ്റ്സ് ആയാലും മതിയല്ലോ, ഇങ്ങനെ കേട്ടാ പോലും ഗോഡായാലും മതിയല്ലോ. നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ ആരെയാണോ നമ്മൾ സങ്കല്പിക്കുന്നത് അതായാലും മതിയല്ലോ. ഇനഫ് ചെടികൾ മതിയല്ലോ, എല്ലാപ്പോഴും ആളുകൾ ഉണ്ടാവണം എന്നില്ലല്ലോ. സോ ഓക്കെ, സോ PFA ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാം ഇത് നമുക്ക് ക്ലാസ് റൂമിൽ മാം നോട്ട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഏതൊക്കെ ബാച്ചാന്നുള്ളത് കിളി പോയിരിക്കുവോ, അതാണ് എന്റെ പ്രശ്നം. കുറെ ബാച്ചുകൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആ ഒരു ഫസ്റ്റ് എയ്ഡും ആ ഒരു മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാൻ എടുക്കാത്ത ബാച്ച്, ഞാൻ എടുത്തിട്ടുള്ള മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനൊക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിരുന്നോ, സ്റ്റാർട്ട് ചെയ്തോ, അതോ എവിടെ എങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു മാം, ഈ പറഞ്ഞ പോലെ PFA കൊടുക്കുന്ന കാര്യങ്ങളും വാങ്ങുന്ന ആളുടെ മെന്റാലിറ്റി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ലാസ്റ്റ് എന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, PFAയുടെ 7 തീംസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് PDF കിട്ടാത്ത ഒന്ന് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് പോഡ്കാസ്റ്റ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ നോട്ടില്ലാത്തതുകൊണ്ട്. ഹൂ നീഡഡ് അവിടെ വരെ വന്നിട്ടുണ്ട് മാം. ഹൂ നീഡഡ് അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. പിന്നെ ഞാനും ഇതേ സെയിം അവസ്ഥ, ലാസ്റ്റ് ക്ലാസ് കണ്ടിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല, PDF കൂടെ ഇല്ലാത്തോണ്ട്. ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് കഴിഞ്ഞായിരുന്നോ മാം? അത് ഹെഡിങ് എഴുതി ഇട്ടില്ല ഞാനിപ്പോ നോക്കിയപ്പോ. എന്താണ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് മുമ്പത്തെ ക്ലാസ്സിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. 7 തീംസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PFAക്ക് ഉള്ളത്. PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, നമുക്കറിയാം മെന്റലി ഒരു ഇഞ്ചുറി, ഒരു ഡിസ്ട്രസ്, ഒരു ബ്രേക്ക്. 7 ഡേറ്റ്സ് കഴിഞ്ഞായിരുന്നു. മറ്റ് സിംറ്റംസ് പറഞ്ഞു, ഹൗ ടു പ്രൊവൈഡ് PFA അതുവരെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനത് പറയണോ? വേണ്ട മാം, ഇനിയും ക്ലാസ് PDF കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. PDF മോർ ദാൻ ഇനഫ് ആണ്. അതൊരു ഡിഗ്രി സ്റ്റുഡൻസിന്റെ അവരുടെ ഒരു യൂണിറ്റ് ആണത്. അങ്ങനെ തന്നെ ആ PDF.
നമുക്ക് PDF ആർക്കാണ് വേണ്ടത്? സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. സംടൈംസ് നമ്മളുടെ ഹൗ ടു സപ്പോർട്ട് വരെ എടുത്തു. പറഞ്ഞു മാം, അതൊക്കെ പറഞ്ഞു. ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. ഞാൻ അതെ, എടുത്തിട്ടുള്ള ബാച്ചിനെല്ലാം ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുമ്പോ ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോ അയ്യോ ഇത് PDF ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. ഓക്കെ, സോ ഫിസിക്കൽ സിംറ്റംസ് നമ്മൾ പറഞ്ഞിരുന്നു. ഹെഡേക്ക്. ഞാൻ ഇട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരാൾക്ക് ഫിസിക്കലി ഇൽനെസ് ഒന്നുമില്ല, മീൻസ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല, ബട്ട് അയാൾക്ക് ഭയങ്കര ഹെഡേക്ക് ആണ്. അങ്ങനെ ഒരു ഇത് അങ്ങനെ വരുമ്പോൾ എന്താണ് അതിന്റെ കാരണം? ആൻസർ ഓപ്ഷനിൽ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഹെഡേക്ക് ഉണ്ടാകും. നമ്മള് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും നമ്മളുടെ ഫിസിക്കൽ ആക്ഷൻസിന് കാരണം നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റീസിന്റെ, മെന്റൽ ആക്ഷൻസിന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറയും. ഫിസിക്കൽ ആക്ഷൻസിന് കാരണം മെന്റൽ ആക്ഷന്റെ റിഫ്ലക്ഷൻ ആണ്. ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ എവിടെയെങ്കിലും പെയിൻ ആയിരിക്കും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. ചില കുട്ടികൾ അല്ലെ സ്കൂളിൽ പോകാൻ ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ പോണ ടൈം ആകുമ്പോൾ വോമിറ്റിങ്, ലൂസ് മോഷൻ ഒക്കെ വരാം. ബോഡിയിൽ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നിട്ടാണ് അവർക്ക് ഈ ഫിസിക്കൽ സൈൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരാം ടെൻഷൻ വരുമ്പോൾ. ആ സ്കൂളിൽ പോവാതിരിക്കുമ്പോഴേക്കും അവരങ്ങ് നോർമൽ ആകും. അതൊക്കെ നമ്മൾ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ, എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് എന്തോ സംഭവിച്ചുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു പ്രശ്നം. ചില ആളുകൾ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും, ഷേക്കിങ്, അവരുടെ സ്വെറ്റിങ് അതൊക്കെ നടക്കും. അവര് വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മളുടെ എന്ത് മെന്റൽ ആക്ഷൻസിന്റെ റിഫ്ലക്ഷൻ വരുന്നത് ഫിസിക്കൽ ആക്ഷൻ ആയിട്ട് തന്നെയാണ്. അത് ഞാനൊരു സ്റ്റോറി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ കാണിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഡോഗ് ഒരു മ്യൂസിയത്തിൽ കയറുന്ന ഒരു കഥ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? പറഞ്ഞു? ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് പറഞ്ഞു. ഒരു വലിയൊരു മ്യൂസിയം ആണ് കേട്ടോ. ഗ്രൂപ്പിൽ എവിടെയുള്ള ഒരു മ്യൂസിയം ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം ആണ്. മ്യൂസിയത്തിൽ ഒരു മിറർ റൂം ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ കാർണിവൽസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലെ പാർക്കുകളോ അങ്ങനെയൊക്കെയുള്ള ഫാന്റസി പാർക്ക് അങ്ങനെയുള്ള പല ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെ ഒരു മിറർ റൂം എന്ന് പറഞ്ഞത് ഉണ്ടാവും. അതിനകത്ത് ഫുൾ മിറർ ആയിരിക്കും. എവിടെ നോക്കിയാലും നമ്മളുടെ റിഫ്ലക്ഷൻസ് ആയിരിക്കും കാണുന്നത്. ഒരു ദിവസം മ്യൂസിയം വൈകുന്നേരമായപ്പോ അടച്ചു. സെക്യൂരിറ്റി വാച്ച്മാൻ അത് അടച്ചിട്ട് പോയി. പക്ഷെ ബാക്ക് ഡോർ അടയ്ക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ എല്ലാവരും അവിടുത്തെ ജോലിക്കാരും പോയി, കാണാൻ വന്ന ആൾക്കാരെല്ലാം പോയി. മ്യൂസിയം അടച്ചു എന്നുള്ള ധാരണയിൽ വാച്ച്മാനും അവിടുന്ന് മാറി അയാളുടെ ക്യാബിനിലേക്ക് പോയി. അപ്പൊ ബാക്ക് ഡോർ അടച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോ ഒരു ഡോഗ് അതിലേ വരുന്നുണ്ടായിരുന്നു, ഒരു നായ. അത് അതിലൂടെ കയറി. ഈ ബാക്ക് ഡോറിലൂടെ കയറുമ്പോ തന്നെ സൈഡിൽ ആദ്യം കാണുന്നത് മിറർ റൂമാണ്. ഈ ഡോഗ് ആ മിറർ റൂമിലേക്ക് കയറിയപ്പോഴേക്കും എന്താ കാണുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഈ ഡോഗിന്റെ റിഫ്ലക്ഷൻസ്. ഡോഗ് കരുതുന്നു ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ഡോഗ് നിൽക്കുന്നു. ഡെഫിനറ്റ്ലി അവർ ചെയ്യുന്നത് എന്താ? അവരുടെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവരെ ഒന്നുമില്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യും, അല്ലെ? അവരെ ത്രട്ടൺ ചെയ്യും, എന്തെങ്കിലും ചെയ്യും. ഡോഗ് ഭയങ്കരമായിട്ട് കുറച്ചപ്പോ എന്താന്ന് വെച്ചാല് ഓപ്പോസിറ്റ് ഉള്ള ആ ഇമേജിൽ നിന്നും ഇതുപോലെ ബാർക്കിംഗ് വരുവാണ്. ബാർക്കിംഗ് വരുന്നതിനൊപ്പം സൗണ്ടും വരുന്നു. കാരണം ഈ ഡോഗിന്റെ എക്കോയാണ് കേൾക്കുന്നത്. എക്കോ കേൾക്കുക. ഡോഗിന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ വീണ്ടും കുരയ്ക്കും. അതേപോലെ തന്നെ എക്കോ തിരിച്ചു വരും. ഇമേജും അത് തന്നെ. ലയണിന്റെ സ്റ്റോറി ഉണ്ട്. യെസ്, അങ്ങനെ അത് നടന്നു. പിറ്റേ ദിവസം രാവിലെ വാച്ച്മാൻ വരുന്ന നോക്കുമ്പോൾ ബാക്ക് സൈഡിലെ ഡോറ് തുറന്നു കിടക്കുക. അയാളൊക്കെ ഈ അടയ്ക്കാൻ വിട്ടുപോയുള്ളൂ എന്ന് വിചാരിച്ച അയാൾ അതിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ആ മിറർ റൂമിൽ ഈ ഡോഗ് ചത്ത് കിടക്കുക. ആക്ച്വലി അവന്റെ റിഫ്ലക്ഷൻ കണ്ട് ആ രാത്രി മുഴുവൻ പാനിക്കായി പേടിച്ച് അതോടുകൂടി ആളുടെ ഡെത്ത് സംഭവിക്കുകയാണ്. ആ ഡോഗിന്റെ ഡെത്ത് സംഭവിക്കും. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സിലാകുന്നത്. നമ്മളുടെ ആക്ഷൻസ് കൊണ്ട് തന്നെയാണ് അത് റിഫ്ലക്ട് ചെയ്യുവാണ്. ആ റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ സ്ട്രെസ്ഫുൾ ആകുന്നു, നമ്മൾ ബുദ്ധിമുട്ടുകൾ വരുന്നു, ഫിസിക്കലി ബുദ്ധിമുട്ട്. ചിലർ ചിലപ്പം മരിച്ചു പോകുന്ന കേസസ് വരെയും വരാം, അല്ലെ? ഭയങ്കര സ്ട്രെസ്ഡ് വരുമ്പോഴായിരിക്കും ഹാർട്ടിന് പ്രശ്നം വരുന്നു, കാർഡിയാക് അറസ്റ്റ് വരുന്നതും, കുഴഞ്ഞു വീഴുന്നതും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും.
അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളുടെ തന്നെ ആക്ഷൻസിന്റെ റിഫ്ലക്ഷൻ ആണ് റിഫ്ലക്ഷൻ എന്ന് തിരിച്ചു വരുന്നതല്ലേ. അതാണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. പലപ്പോഴും ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, പിന്നെ ഏക്സ് ആൻഡ് പെയിൻസ്, കൂട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പെയിൻ പോലെ തോന്നും. ഹെഡ് ഏക്ക്, ഫീലിംഗ് വെരി ടയേർഡ്, പിന്നെ ഒരു ചിലർ കരയും, ചിലർ ഭയങ്കര സാഡ് ആയിട്ടിരിക്കും, പിന്നെ ഒരു ഡിപ്രസ്ഡ് മൂഡായിരിക്കും, ഗ്രീഫ് ആയിരിക്കും. നമ്മളിത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, ഈ വൺസ് നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ, ഒരു വിഷമം, ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഥവാ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നത്. ഈ ഡിപ്രഷൻ ഇങ്ങനെ കൂടിയാണ് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇപ്പൊ ഡിപ്രഷൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വരാം. അതായത് എക്സാം എഴുതി, ഒട്ടും പ്രതീക്ഷ പോലെ വന്നില്ല, കുറെ പ്രിപ്പയർ ചെയ്തിട്ട് ഭയങ്കര മോശമായിട്ടാണ് എക്സാം എഴുതിയത്. ഭയങ്കരമായിട്ട് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മളത് കൂളായിട്ട് എടുത്തേനെ, പക്ഷെ അത്രയ്ക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഭയങ്കര ടഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിഷമം വരും, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. പക്ഷെ അത് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അത് പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസം, ആഴ്ചകളോളം, മാസങ്ങളോളം ആകുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നമാവുന്നത്, സിവിയർ ആവുന്നത്. അപ്പൊ അത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് മാറും. ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് മാറുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറാപ്പിസ്റ്റിനെയോ കണ്ടേ പറ്റും. ക്ലിനിക്കൽ സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ടേ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ തെറാപ്പി മാത്രം സ്റ്റാർട്ട് ചെയ്ത് ചിലത് മാറ്റാനായിട്ട് പറ്റും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്ത്. ചിലതെന്ന് പറഞ്ഞാൽ മെഡിസിൻ എടുത്തേ പറ്റും, മെഡിസിനും കൂടെ വേണം, അതിന്റെ ഒപ്പം തെറാപ്പി വേണം. അങ്ങനത്തെ കേസസും ഉണ്ട്. അപ്പൊ അത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അതാണ്. ഇനി അവിടെയും ശ്രദ്ധിക്കുന്നില്ല, എവിടെയും കൊണ്ടുപോകുന്നില്ല, മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല, ഒരു രീതിയിലുള്ള ഫോളോ അപ്പോ തെറാപ്പിയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ മെന്റൽ സ്റ്റേറ്റ് തന്നെ മാറും. ഇവർക്ക് പിന്നെ തോട്ട്സ് വരാൻ തുടങ്ങും. ജീവിക്കുന്നത് എന്തിനാന്നുള്ള തോട്ട്സ് വരാൻ തുടങ്ങും. സൂയിസൈഡൽ തോട്ട്സ് ആവും. സൂയിസൈഡൽ തോട്ട്സ് കൂടി പിന്നെ അതിന്റെ മീൻസ് ആവും, എങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നുള്ള മാർഗവും ഒക്കെ കണ്ടുവച്ച് അത് സംഭവിക്കും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റണം. അതാണ് PFA പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ആങ്സൈറ്റി, എപ്പോഴും ഒരു വറി ചെയ്തുകൊണ്ടിരിക്കും എന്തിനെ കുറിച്ചെങ്കിലും. പിന്നെ ഇൻസോംനിയ, ഉറക്കക്കുറവ്, പിന്നെ ദുസ്വപ്നം കാണുക, നൈറ്റ് മെയർസ്, പിന്നെ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും, ആങ്കർ, പിന്നെ സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല, ഭക്ഷണം കഴിക്കുക, ഡ്രസ്സ് മാറുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ഒരു കൺഫ്യൂഷൻ, ഗിൽറ്റ്, എപ്പോഴും ഒരു കുറ്റബോധം, ഷെയിം, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മള് കേട്ടിട്ടുണ്ടാകും ഏതൊരു കേസ്, ഒരു ആലപ്പുഴയിലെ മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചില്ലായിരുന്നു, അവരെന്തോ മൂവി കാണാൻ എന്തോ വലിയൊരു കാറിൽ പോയപ്പോ ഒരാളെ സർവൈവ് ചെയ്തു തോന്നും. അയാൾക്ക് പിന്നെ ലൈഫ് ലോങ് ഒരു ഗിൽട്ട് ഫീൽ ആയിരിക്കില്ല, എനിക്ക് മറ്റവരെ സേവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരെല്ലാം പോയല്ലോ, ഞാൻ മാത്രമായി. അങ്ങനെ പിന്നെ ആക്സിഡന്റ് പേജ് നമ്പർ ചോദിക്കുക. ഷംല, ഇത് നമ്മുടെ PDF-ലുള്ളതല്ല കേട്ടോ, ഞാൻ എക്സ്ട്രാ ഒരു ടോപ്പിക് പറയണത്. ബട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ ടോപ്പിക് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ ലൈഫ് ആൻഡ് പ്രൊഫഷൻ ഓൾസോ. നമുക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ കുട്ടിക്ക് അതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് വേറൊരു വണ്ടിയുമായി ചെയ്ത ആ ഡ്രൈവർ, അയാൾക്കും ആ ഒരു ഭയങ്കര ഒരു ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് മലപ്പുറത്താ തോന്നുന്നുണ്ട്, ഒരു അമ്മ ചക്ക വെട്ടുമ്പോ ആ വെട്ടുകത്തി വീണിട്ട് കുഞ്ഞു മരിച്ചു. അപ്പൊ ആ അമ്മയുടെ ഫീൽ എന്താവും എന്നുള്ളത്. അങ്ങനെ കുറെ അവസ്ഥകൾ ഉണ്ടാവും ഈ ഒരു ഡിസ്ട്രസ്സിലേക്ക് പോകുന്ന വ്യക്തികളുടെ. ചിലപ്പോൾ മറ്റുള്ളവരെ റെസ്പോണ്ട് ചെയ്യില്ല, സംസാരിക്കില്ല, ഫോൺ ചെയ്താൽ എടുക്കില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ കാണിക്കും. പിന്നെ ഡിസോറിയന്റേഷൻ ആയിരിക്കും, എന്തൊക്കെയാ സംഭവിക്കുന്നത്, സ്ഥലകാലബോധം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ പറയില്ലേ. അവരെ തന്നെ ശ്രദ്ധിക്കും. കുട്ടികളുള്ളപ്പോ അമ്മമാരാണെങ്കിൽ അവർ കുട്ടികളെ നോക്കില്ല, അവരെ നോക്കില്ല, അങ്ങനത്തെ കേസസ് വരാം. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം, അതായത് ഇത് പ്രഗ്നൻസിക്ക് ശേഷം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമല്ലോ, ഭയങ്കര ഒരു അവസ്ഥയാണ്. അതൊരു ഡിപ്രസീവ് സ്റ്റേജ് പോലെയാണ് വരുന്നത്. സംഭവം ഉണ്ടായി. ഡെലിവറിക്ക് ശേഷം പിന്നെ ഡിപ്രസ്ഡ് ആയിട്ട് ആ കുഞ്ഞിനെ ആ കുട്ടി കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ അമ്മ സൂയിസൈഡ് ചെയ്തു. നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ ആ ടൈമിൽ ആരും ഇല്ലായിരുന്നു, അമ്മയോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടായിട്ട് 3 മാസം 1 മാസം കൊണ്ട് 45 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഒരു 2 months കഴിഞ്ഞപ്പോൾ ആ കുട്ടി
സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. എന്റെ കൂടെ 7th വരെ പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മാം. ആൾക്ക് സിസേറിയൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് വരും. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് 23ാമത്തെ ദിവസം കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ടു. ഭയങ്കര ഒരു പെട്ടെന്ന് കേട്ടപ്പോ 7th വരെ പഠിച്ചിട്ടുള്ളെങ്കിലും നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ. അപ്പോൾ അങ്ങനെ കേട്ടപ്പോ പക്ഷെ ആൾക്ക് ഇപ്പോഴും അതിന്റെ ആ ഒരു മെന്റലി അത് ഭയങ്കര ഡൗൺ ആണ്. എപ്പോഴും ഒരു ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ഇപ്പോഴും ആൾക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ ഒരുവിധം എല്ലാരും കടന്നു പോകും. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ ഫാമിലി സപ്പോർട്ടും ആൻഡ് ഡെഫിനറ്റ്ലി ലൈഫ് പാർട്ട്ണറുടെ സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഇത് എല്ലാരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ എന്താ സംഭവിക്കണേ, ഹൗ ഐ ക്യാൻ മാനേജ് ദിസ്, ഇതൊന്നും മനസ്സിലാവില്ല. എനിക്ക് മോളുണ്ടായ സമയത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്കൊരു 1.5 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാരും മോശം എന്നല്ല ഞാൻ പറയണേ, ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് മദർഹുഡ് എന്ന് പറയുന്നത്, മാതൃത്വം എന്ന് പറയുന്നത്. ബട്ട് മദർഹുഡ് എന്ന് പറയുന്നത് കുട്ടിയെ പ്രസവിക്കുക എന്നുള്ളതിലല്ല. നമ്മളുടെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് കൊടുക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മളുടെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ നമ്മളുടെ കാര്യം നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതല്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ചെയ്യാൻ പോകുന്നത്. ആ കുട്ടിയെ നോക്കണം. ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അല്ലെ, തല പോലും മുറിച്ചിട്ടില്ല. കുറെ കഴിയുമ്പോഴാണ് അവർ തന്നെയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ അതുവരെയും ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു മെയിൻ പൊസിഷനിൽ നിൽക്കുന്നവരാണ് നമ്മള്. അപ്പൊ കൺഫ്യൂസ്ഡ് ആകുന്നു, ബോഡിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, ഈ ഹോർമോൺ ചേഞ്ചസ്, ഈസ്ട്രജന്റെ ചേഞ്ചസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവര് ഡെലിവറി ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേറൊരു റോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അവർക്ക് അവരുടെ മദർഹുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്ട്രെസ് ഇല്ലാതെ ആ കുഞ്ഞിന്റെ കാര്യങ്ങളും അവരുടെ സ്വന്തം കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, നീഡ്സ് ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. അങ്ങനെ അപ്പൊ അവിടെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് വരേണ്ടത്. ഫാമിലിയുടെയും ലൈഫ് പാർട്ട്ണറുടെ ഡെഫിനറ്റ്ലി ആ ലൈഫ് പാർട്ട്ണർക്ക് ആണ് ഏറ്റവും കൂടുതൽ റോൾ അവിടെ, ഈ ഒരാളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അല്ലാണ്ട് മദർഹുഡ് എന്നുള്ളതല്ല ഒരു ലേഡിയെ സംബന്ധിച്ച് അവരുടെ വലിയൊരു എന്താ പറയാ ഡ്രീമെന്നോ ഗോളെന്നോ ഒന്നും പറയില്ല. മദർഹുഡ് വിത്ത് ദ സെയിം ടൈം നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് നഷ്ടപ്പെടാതെ നമുക്ക് കാര്യം ആ മദർഹുഡിനെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. മദർഹുഡ് അല്ലാന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്, ലൈക്ക് അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ നഷ്ടപ്പെടാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. ഒറ്റ ബാക്കി പറഞ്ഞത് നമ്മളെവിടെയോ നഷ്ടപ്പെടുത്തിയിട്ടല്ല നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് PFA യുടെ ഒരു കാര്യം വന്നത്. പിന്നെ നമുക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോ ഫ്ലഡ്, അതുപോലെ തന്നെ അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴേക്കും പലപ്പോഴും ആളുകൾ ഭയങ്കര ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ഒരുപക്ഷെ അവർക്ക് അവരുടെ വീടും എല്ലാം അതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് പാരന്റ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, ചിലർക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ആ ഫാമിലിയിൽ അയാൾ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടാവും, ബാക്കി എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ. അപ്പൊ ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടുന്ന പ്രൈമറി നീഡ്സ്, ബേസിക് നീഡ്സിനുള്ള സംവിധാനം ചെയ്യാം. പിന്നെ അവരെ കണക്ട് ചെയ്യുക, ഇൻഫർമേഷൻസും സർവീസുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെവിടെ കോണ്ടാക്ട് ചെയ്യണം, ലൈക്ക് അവരുടെ വീടിന്റെ ആധാരമൊക്കെ നനഞ്ഞുപോയി ഒഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ പോയി അതിന്റെ കറക്റ്റ് ഏതൊരു ഏജൻസി ഏതൊരു ഇൻഫർമേഷൻ സെന്ററുമായിട്ട് കണക്ട് ചെയ്താലാണ് അതൊക്കെ അവർക്ക് തിരിച്ച് എടുക്കാൻ പറ്റുക എന്നുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം PFA യുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മളെല്ലാവർക്കും ആവശ്യക്കാർക്ക് കാശ് കൊടുക്കാന്നുള്ളത് അത് ചെയ്യുകയും ചെയ്യരുത്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ അവർക്ക് വേണ്ടുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും അല്ലാതെയൊക്കെ പല ഏജൻസികളും കാര്യങ്ങളും ഉണ്ടാവും. അതിനെ കറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക, ഇനി ഫോളോ അപ്പ് ചെയ്യാം. വൺസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്താലും ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഭയങ്കര ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോടാണ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതും എല്ലാം കേട്ടു. ഓക്കെ, ചിലപ്പോൾ കേട്ടാൽ മതിയായിരിക്കും കേട്ടോ, ആൾക്ക് കേട്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാത്രം സൊല്യൂഷൻ കൊടുക്കുക, അല്ലാത്ത സമയത്ത് കേൾക്കുക, ഹൃദയം കൊണ്ട് കേൾക്കുക. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
ലൈക്ക് വിളിച്ചിട്ട് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് സംസാരിക്കാമല്ലോ, സുഹൃത്തല്ലേ, അപ്പൊ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് നെസസറി, അല്ലെങ്കിൽ വീണ്ടും അവർ അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ അതിനവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ PFA കൊടുക്കുന്നവരെ, നമുക്ക് അല്ലാത്ത ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നവരുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ ഇട്ടായിരിക്കണം, ഭയങ്കരമായിട്ട് റെസ്പോൺസീവ് ആയിരിക്കണം. അവർ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അപ്രോപ്രിയേറ്റ് ഏജൻസി, നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏജൻസികളായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പൊ ചിലര് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ താല്പര്യമാണെന്ന് പറഞ്ഞ് അവരുമായിട്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ, ഫാമിലിയിലെ, നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലെല്ലാം നമുക്ക് ചെയ്യാം. ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞോ, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാവുന്നതും ചെയ്യേണ്ടതും അങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. വൺസ് നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. പ്രൊവൈഡ് ചെയ്യുന്ന ആള് ആ ഒരു വാല്യൂ ക്വാളിറ്റി നമ്മൾക്കുള്ളിൽ ഉണ്ടായിരിക്കണം. ആ ഒരു നമ്മൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ആരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അയാളുമായിട്ട് ആ ഒരു സമയത്ത് ഒരു ചെറിയ റിലേഷൻഷിപ്പ് വരുള്ളൂ, ഒരു ബോണ്ടിങ് വരും അല്ലെ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യരുത്, മിസ്യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഇവര് പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് നമ്മളുടേതായ ചില അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ മനസ്സിലുണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്, അത് നമ്മൾ പറയുകയും ചെയ്യരുത്. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവരോട് അതിന് പകരം കാശ് ചോദിക്കരുത്. ദാറ്റ്സ് നോട്ട് ഡൺ. പിന്നെ ചിലപ്പോ ചില ആളുകൾ പറയും ഇത് പറഞ്ഞതാണ് ഓക്കെ, അവർക്ക് സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ വളരെ കാമായിട്ട് അവരോട് പറയണം, എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ എന്ന്. നമ്മളുടെ ആ വോയിസ് മോഡുലേഷൻ ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നുവാണെങ്കിലും അവരോട് അത് എക്സ്പ്രസ് ചെയ്യരുത് എന്ന് പറയണം. ആവശ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും വിളിക്കണം, എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞാലേ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെയുള്ളൂ ശരിക്കും. പിന്നെ വെച്ചാൽ ഡ്രസ് കോഡ്, കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ഒരാളെ കേൾക്കാനോ അയാളോട് സംസാരിക്കാനോ പോകരുത്. പിന്നെ നമ്മളുടെ ലാംഗ്വേജ്, അവര് സംസാരിക്കുന്ന അതുമായിട്ട് അവർക്ക് മനസ്സിലാകണം നമ്മൾ സംസാരിക്കുന്നത്. വളരെ സാധാരണക്കാരനായ ഒരാള് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അയാളുടേതായ രീതിയിൽ ആ നോർമൽ കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. പിന്നെ മുന്നിലിരിക്കുന്നവരുടെ ജെൻഡർ, ഏജ് അത് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാനും. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാമാണ്. പിന്നെ പലരും പല റിലീജിയസ് ബിലീഫ് ഉള്ളതായിരിക്കും, ട്രഡീഷൻ, കൾച്ചർ, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. ഈ ചാപ്റ്ററിന്റെ നെയിം എന്താ? പേജ് നമ്പർ. തസ്നി, ആക്ച്വലി ഇതൊരു എക്സ്ട്രാ ടോപ്പിക് ആണ്. ഇതെടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഫസ്റ്റ് യൂണിറ്റില് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിച്ചു അല്ലെ, മനസ്സിന്റെ ആരോഗ്യം. അപ്പൊ അതിനോടും കണക്ട് ചെയ്തത് പറയണം. അത് മാത്രമല്ല സൈക്കോളജി നമ്മളിപ്പോ ആയിക്കൊണ്ടിരിക്കുക, ചൈൽഡ് സൈക്കോളജി. എന്തുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി, അത് ഒരു സയൻസ് ആണ്, സ്റ്റഡി ഓഫ് ബിഹേവിയർ അല്ലെ, അതാണ് സൈക്കോളജി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും. മുന്നിൽ വരുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ അതിലൊരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഹാപ്പി ആവണമെന്നില്ല, അവർ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടിയായിരിക്കും. ഇന്നലെ എന്റെ മോള് പറയുമായിരുന്നേ, അവള് 18 years ആണ് കേട്ടോ, അവൾ എന്നോട് പറയായിരുന്നു വലിയ ആൾക്കാരെക്കാളും കൂടുതൽ പ്രശ്നങ്ങള് കൊച്ചുകുട്ടികൾക്കാണ്, കൊച്ചുകുട്ടികൾക്കും ഈ ഒരു അഡോളസൻസ് ഏജിലുള്ളവർക്കാണ് കൂടുതൽ പ്രോബ്ലംസ്. അപ്പൊ അതാണ്. അപ്പൊ അവരത് പറയാൻ അവർക്ക് അറിയില്ല, ആരോട് പറയണം, എങ്ങനെ പറയണം എന്ന് അറിയില്ല. അപ്പൊ നമ്മളുടെ മുന്നിൽ കുട്ടി വരുമ്പോ അവന്റെ നോൺ വെർബൽ ക്യൂസ് പറയുന്നില്ല, പക്ഷെ അവന്റെ ചില ആക്ഷൻസ്, ഫേസിലെ എക്സ്പ്രഷൻസ്, കണ്ണ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ചില സമയത്ത് ലിപ്സ് ഇങ്ങനെ വിറയ്ക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹീസ് അണ്ടർഗോയിങ് സം പ്രഷർ, സം സ്ട്രെസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ചുണ്ടിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തോ സ്ട്രെസ്സിലൂടെ കടന്നു പോവുക. അയാൾക്കത് പറയാനൊരിടോ ഒന്നുമില്ല, കേൾക്കാൻ ഒരാളോ ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അയാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. മൂക്ക് വിറയ്ക്കുക, ചുണ്ട് വിറയ്ക്കുക, കണ്ണടക്കിടയ്ക്കുക, അതൊക്കെ ഇതിന്റെ ഒരു സൈനാണ്. അപ്പൊ ഇങ്ങനെയുള്ള നോൺ വെർബൽ ക്യൂസ് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലുള്ള ആളുകളുടെ, കുട്ടികളുടെ ഞാൻ പ്രധാനമായിട്ടും പറയണത്, നിങ്ങൾ എല്ലാവരും കൊച്ചു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പോണവരാ.
നമുക്കറിയണ്ടേ അവരുടെ പ്രശ്നങ്ങള്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ എക്സ്ട്രാ ഒന്ന് പറയുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇത് നമ്മളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ പല പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും. നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും, നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് വേറൊന്നാണെങ്കിൽ പോലും അത് വെച്ച് ഒരിക്കലും സംസാരിക്കരുത്, അതൊരു പ്രശ്നമാക്കരുത്. പിന്നെ പലപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാകും. ലാംഗ്വേജ് ബാരിയർ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. പിന്നെ ചില സമയത്ത് കേൾക്കാൻ ചിലത് ഈ വിഷമം കാരണം ഇവരുടെ ശബ്ദം ഒന്നും കറക്റ്റ് പുറത്തേക്ക് വരില്ല, അങ്ങനെ വരാം. പിന്നെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ വരാം, എഡ്യൂക്കേഷൻ കുറവുള്ളവർ വരാം. പിന്നെ കുട്ടികളിൽ ഇപ്പൊ ഏജ് റിലേറ്റഡ് ഡെവലപ്മെന്റ് അത് ശരിയായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോബ്ലം വരാം. എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം, മനസ്സിലാകുന്ന രീതിയിൽ ആ രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും കുട്ടികളാണെങ്കിൽ അവിടെ ഐ ലെവലിൽ സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ കുഞ്ഞു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അവന് പൊക്കമുള്ള ഹൈറ്റ് ഉള്ള കംഫർട്ടബിൾ ആയിട്ടൊരു സ്റ്റൂൾ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കുനിയാം, അവരുടെ ഐ ലെവലിൽ തന്നെ സംസാരിക്കുക. ഇനി സംടൈംസ് ഇപ്പോ ഈ ഒത്തിരി കുട്ടികളെ ഇങ്ങനെ ഭിക്ഷക്കാര് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ വരുമല്ലോ. അപ്പൊ അവര് ചിലപ്പോ വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കാം, അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയില്ലായിരിക്കും, മലയാളം അറിയില്ലായിരിക്കും, അവർ അവരുടെ റീജിയണൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ തെലുങ്ക് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് തെലുങ്ക് അറിയില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിനെ യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേറ്ററെ സംഘടിപ്പിക്കാം, എന്നിട്ട് അയാള് വഴി കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ ഒരു എല്ലാം വരും. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അവരുടെ കെയർ ഗീവേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് അവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പൊ അവർക്കും വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് ചിലപ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ കുട്ടിയെ മാത്രമല്ല കേൾക്കുന്നത് ആ ഒരു കേസിന് നമ്മൾ ഡെഫിനറ്റ്ലി കെയർ ഗീവേഴ്സിനെയും പാരന്റ്സിനെയും കേൾക്കേണ്ടതായിട്ട് വരും. ഞാനൊരു സർവേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ? തന്നിരുന്നോ? നാല് ടൈപ്പ് കുട്ടികളെ നോക്കാൻ ഏജ് എന്തോ ഏജിന്റെ അല്ലേ? അതല്ല അത് നമ്മളുടെ ഒരു അസസ്മെന്റ് ടൂളാണ്. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല. നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നാളെ നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ നമ്മളത് ഹെൽപ്പ് ചെയ്യും, ഒരു അസസ്മെന്റ് ടൂള്. അതല്ലാതെ കുറെ 30-35 ക്വസ്റ്റ്യനെയർ ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു സർവേ ആണ്, അത് പ്രൊവൈഡ് ചെയ്യാട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പറഞ്ഞിട്ടുണ്ട്, തന്നില്ലായിരുന്നു. പാരന്റ്സിനെ അപ്രോച്ച് ചെയ്യണം. പല ബാച്ചുകളും ചെയ്തപ്പോ അവരുടെ റിവ്യൂ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിനിമം 5 പാരന്റ്സ് ആണ് ഏറ്റവും, അത്രയും കൂടുതലായാൽ അത്രയും നല്ലത്. ചിലര് പറയണ ഞാൻ അത് ക്ലോസ് ചെയ്യുന്നില്ല, ഞാൻ ആ സർവേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പോവാന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷെ അവര് ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാരന്റ്സിന്റെ ഡേറ്റാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ പാരന്റ്സ്, ഫിനാൻഷ്യലി പിന്നെ ജോബ് റിലേറ്റഡ്, അങ്ങനെ പല പല ലെവൽസിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരേപോലുള്ള ആൾക്കാരെ നോക്കരുത്. ഓക്കെ, ആ രീതിയിൽ മിനിമം 5 ആണ് പറഞ്ഞാൽ മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ക്വസ്റ്റ്യനെയർ നമ്മളുടെ ഉണ്ട്, അതിന് 4 ഓപ്ഷൻസ് എന്തോ കൊടുത്തിട്ടുണ്ട്, യെസ് ഓർ നോ, സംടൈംസ്, നോട്ട് ഷുവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനനുസരിച്ച് ടിക്ക് ചെയ്ത് പോയാൽ മതി. ഇനി അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നില്ല. ഈവൻ അത് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യാനുള്ളതാണ്. സർവേ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈവയുടെ ടൈം വരുമ്പോഴാണ് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ സർവേ ചെയ്യാനായിട്ട് ഞാൻ വൈവ ചെയ്യാൻ നേരത്താണ് ഈ സർവേയുടെ അനാലിസിസും അവരുടെ പേഴ്സണൽ ഒപ്പീനിയനും ചോദിച്ചത്. അങ്ങനെ വന്നപ്പോ ഒരു കുട്ടി പറയുകയാണ് അതിനുണ്ടായ ഒരു എക്സ്പീരിയൻസ്. സർവേക്ക് പോയപ്പോ സർവേക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ അമ്മയുണ്ട്, മോളാണ് ഉള്ളത്. വലിയ മോൾ എന്ന് പറഞ്ഞാൽ 12-13 ഇയേഴ്സ് സംതിങ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചു വന്നപ്പോ ഇവരങ്ങ് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങി. ഇവര് പറയണത് കുട്ടീനെ സെക്ഷലി വീട്ടിലുള്ള ഒരാള് അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പേടി റിയാക്ട് ചെയ്യാൻ ഈ അമ്മയ്ക്ക്. അപ്പൊ ഈ അബ്യൂസ് നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ ചില തോട്ട്സ് അങ്ങ് ട്രിഗറായി. പിന്നെ ഇവളുടെ സ്വഭാവം അങ്ങ് മാറി. ഈ മോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോയ്സുമായിട്ട്
കുറച്ച് ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. ബോയ്സ് ആ ഒരു ഏജ് അല്ലേ, 12-13 വയസ്സ്. അവരെന്ത് ചെയ്തു, അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു കുട്ടിക്ക് ആവശ്യമില്ലാത്ത ബുക്സ്, ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനത്തെ പ്രോബ്ലം ആയി. അങ്ങനെ അമ്മ ആകെ ചെയ്യുന്നത് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് ശാസിക്കും, അതിനെ നല്ല പോലെ ഫിസിക്കലി ടോർച്ചർ ചെയ്യും, PT അടിക്കും. പക്ഷെ ഇവൾക്ക് യാതൊരു കൂസലും ഇല്ല, സെയിം രീതിയിൽ തന്നെ പോകുന്നു. ബോയ്സുമായിട്ടുള്ള കണക്ഷൻസ്, അവരത് മിസ്യൂസ് ചെയ്ത് അവൾക്ക് ആവശ്യമില്ലാത്ത ബുക്സ് എത്തിച്ചു കൊടുക്കുന്നു, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഒരു ട്രെയിനിയോട് ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് പോയി കാണാമെന്ന് ചോദിച്ചു. ഇവർക്ക് കുട്ടിക്ക് മനസ്സിലായി സംസാരിച്ച ഒന്നും ഈ കുഞ്ഞിനെ ശരിയാക്കാനായിട്ട് പറ്റില്ല, അതിന് നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻ വേണം, ചിലപ്പോൾ തെറാപ്പി തന്നെ വേണമെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ ഈ കുട്ടി ഇവർക്ക് ആളുടെ നമ്പർ കൊടുത്തു. ഒരു ലേഡി തന്നെയാണ്, ഒരു കൗൺസിലറിന്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് പിന്നെ അവര് കോണ്ടാക്ട് ചെയ്തു. കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അവരത്, എന്നിട്ട് ഈ നമ്മളുടെ ട്രെയിനി അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്നോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ 4 സിറ്റിംഗ് എന്തോ കുട്ടിയുടെ കഴിഞ്ഞു. അവര് കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്, നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ആ മോൾക്ക്. അത് ആ കുഞ്ഞിന്റെ കുഴപ്പമില്ല, അവളുടെ ആ ഒരു ഏജില് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ചില തോട്ട്സ് അങ്ങ് ട്രിഗർ ചെയ്തു. അത് മാനേജ് ചെയ്യാൻ, കുട്ടിയുടെ ഇമോഷണൽ ഈ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ കുട്ടിക്കും പറ്റിയില്ല, അതിനെ ഹെൽപ്പ് ചെയ്യാൻ അമ്മയ്ക്കും പറ്റിയില്ല. അമ്മയ്ക്കും എങ്ങനെ അത് കുഞ്ഞിനത് മാനേജ് ചെയ്ത് കൊടുക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടെന്ന് പറയാനുള്ള സ്പേസ് പോലും അമ്മയും മോളും തമ്മിലുണ്ടായില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആരെങ്കിലും ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നിയത് അവര് ഫസ്റ്റ് എടുത്ത സ്റ്റെപ്പ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനായിരിക്കും. അതാണ് ഫസ്റ്റ് എടുക്കേണ്ട ഒരു മെത്തേഡ്. പിന്നെ അവർക്ക് ഭയങ്കര പേടി, ആരോടെങ്കിലും പറയാൻ പേടി, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കറക്റ്റ് ടൈമില് നമ്മുടെ ഈ ഒരു ട്രെയിനി അവിടെ ചെല്ലുന്നത്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകും. പക്ഷെ നമുക്ക് ഈ കുഞ്ഞിന്റെ ബിഹേവിയറൽ ഇഷ്യൂ മാറ്റിയെടുക്കണമല്ലോ. ഇവളുടെ ആ പിന്നീടുള്ള പെരുമാറ്റമൊക്കെ ഔട്ട് ഓഫ് ദ വേ ആയി പോയല്ലോ, അതൊക്കെ മാറ്റിയെടുത്ത് തിരിച്ചു കൊണ്ടുവരണമല്ലോ. അതിന് ശരിക്കും അവിടെ ഒരു ഇന്റർവെൻഷൻ വേണം. ആര് പറഞ്ഞാലൊന്നും ശരിയൊന്നും ആവില്ല. അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്. ആ സർവേ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കല് മാത്രമല്ല, ഒരു പ്രാക്ടിക്കലി ഒരു നല്ലൊരു കാര്യം നടക്കും കൂടെ ചെയ്തു. ഇതെല്ലാം ഇതിനകത്ത് വരുന്നു. നമുക്കിത് ശരിക്കും മനസ്സിലാവണം, എന്നാലാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും അറിയാനായിട്ട് പറ്റൂ. പിന്നെ PFAയുടെ 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് ആണ് ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. നമുക്കിപ്പോ ഒരു പ്രോബ്ലം ഒരാള് പറയുമ്പോൾ നമ്മൾ നോക്കണം, അതിന്റെ എല്ലാ സൈഡ്സും നോക്കണം. ഇവരുടെ ബേസിക് നീഡ്സ് എന്താണ്, ഇവർക്ക് സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രസ് പ്രോബ്ലം ആണോ, അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ റെക്കമെൻഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ക്രൈസിസ് എന്താണ്, അതൊക്കെ അതിന്റെ എല്ലാ സൈഡ്സും മനസ്സിലാക്കി ഇവരെ കൂടുതൽ സേഫ് സെക്യൂർ ആക്കുക. ലുക്ക്. ഇനി നെക്സ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ കണക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ എല്ലാ കാര്യവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എവിടത്തൊക്കെയാണോ സർവീസ് വേണ്ടത് അതെല്ലാമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും. പല കാര്യങ്ങളും ഇപ്പൊ ഈവൻ ബേസിക് നീഡ്സ് ആണെങ്കിലും അത് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സേഫ് പ്ലേസ്, ഒരു ഷെൽട്ടർ വേണോ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പലപ്പോഴും മീഡിയാസ്, ഒരു അബ്യൂസ് ചെയ്ത് നേരിട്ട കുട്ടികൾ, മീഡിയ ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ അവരെ സംബന്ധിച്ച് അവർക്കതൊരു വാർത്തയാണല്ലോ. അപ്പൊ അതിൽ നിന്നെല്ലാം ചിലപ്പോൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം നമുക്ക് ഈ ലിങ്കിനകത്ത് വരുന്നു. പിന്നെ സ്റ്റേ ക്ലോസ് ടു ദ പേഴ്സൺ, എപ്പോഴും നമ്മളുണ്ട് എന്നൊരു ഫീല്, ഒരാള് നമുക്കുണ്ട് ഒരു ഫീല് കൊടുക്കണം. അതാണ് ലിങ്ക് വരുന്നത്. ലിങ്ക് ഒരു മേജർ പാർട്ട് തന്നെയാണ്. ഇത് PFAയുടെ മേജർ പാർട്ട് തന്നെയാണ് ലിങ്ക് എന്ന് പറയുന്നത്. ലിസൺ, ലുക്ക്, ലിങ്ക്. അതാണ് ആളുകളെ നല്ലതുപോലെ കേൾക്കുക, ഹൃദയം കൊണ്ട് കേൾക്കുക. പിന്നെ അവര് പറഞ്ഞ സിറ്റുവേഷൻസ്, അവരുടെ ആ ഒരു ക്രൈസിസ്, ആ ഒരു സിറ്റുവേഷൻ വെച്ച് എന്തെല്ലാം ചലഞ്ചസ് ഉണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതെല്ലാമാണ് നമ്മൾ ലുക്ക് എന്നുള്ളതിൽ വരുന്നത്. ലിങ്ക്, അവർക്ക് വേണ്ടുന്ന നീഡ്, സർവീസ്, അതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, സ്റ്റേ ക്ലോസ് ടു ദ പേഴ്സൺ. അതാണ് ഈ 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ്. ഇതൊക്കെയാണ് PFA.
PDF ഏകദേശം ഒരു PDF ആണ് 25 പേജസോ 30 പേജസോ. ഓക്കെ, പിന്നെ PFA കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം, നമ്മളെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങള് ഒത്തിരി അങ്ങ് എമ്പതറ്റിക് ആയി പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും അല്ലെ. അപ്പൊ നമ്മളുടെ ഓൺ ഹെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്കൊരു വെന്റിലേഷൻ വേണം, ഫിസിക്കൽ മെന്റൽ ഒക്കെ നമ്മളുടെ കാര്യങ്ങൾ. അത് നമ്മളുടെ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. എല്ലാരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ട്രൂത്ത്ഫുൾ ആയിട്ട് അത് ചെയ്യണം. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈമിലി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നത്, റിലാക്സ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ നമ്മുടെ ടൈമിൽ തന്നെ ചെയ്യണം. ഒരാൾക്ക് നമ്മൾ PFA കൊടുക്കാൻ പോയിട്ട് അവസാനം നമുക്ക് PFA വേറെ ആരെങ്കിലും തരേണ്ട അവസ്ഥയിലേക്ക് പോകരുത്. നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടപ്പോ, തുടരും കണ്ടപ്പോ, ഞാനും കുട്ടികളും കൂടെ പോയാണ് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ത്രില്ലറാണ്, അവർക്ക് അത് ഇഷ്ടമായി. അവർക്ക് കാഷ്വലി അവർക്ക് വിഷമം വന്നു. പക്ഷെ ഞാൻ ഭയങ്കര എംപതറ്റിക് ആയിട്ട് ആ മൂവി കണ്ടു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ മോൾ എന്നോട് ചോദിക്കാം, അമ്മ എന്തിനാ ഈ സിനിമയായിട്ട് കണ്ടാ പോരെ എന്ന് എന്നോട് ചോദിച്ചു. ഞാനിതിങ്ങനെ കണക്ട് ചെയ്യുക, ഞാൻ ഓരോ ക്യാരക്ടറിന്റെ സ്ഥാനത്ത് നിന്നൊക്കെ ചിന്തിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു വിഷമായി ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് PFA വരുന്നത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഇനി തരേണ്ട കാര്യങ്ങൾ ഇതിന്റെ PDF തരണം, സർവേയുടെ ക്വസ്റ്റ്യൻ തരണം. സർവേ ചെയ്ത് തുടങ്ങിക്കോളൂ, പതുക്കെ ചെയ്ത് അത് റിപ്പോർട്ടായിട്ട് വെക്കണം. എന്തെങ്കിലൊക്കെ ആയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് മാത്രമായിട്ട് ചെയ്യാം, അത് വേണ്ടി വരില്ല. ഇവിടെ കുട്ടികളൊക്കെ ചെയ്തിരിക്കുന്ന വെച്ചാൽ ലൂസ് പേപ്പറിൽ ചെയ്തിട്ട് അവരത് ഫയൽ ചെയ്തു, സെക്യൂർ ആക്കി വെച്ചു. ചിലർ സ്പൈറൽ ബൈൻഡിങ് ചെയ്തവരുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് എന്താ സൗകര്യം. അല്ലെങ്കിൽ കൊച്ചു നോട്ട്ബുക്ക് ആയാലും മതി, അത് മാത്രം ചെയ്തിട്ട് ആഡ് ചെയ്യാം. മാം, ഈ സർവേ റിപ്പോർട്ട് നമ്മുടെ കൺക്ലൂഷൻസും നമ്മുടെ റെഫറൻസ് ഇൻഫറൻസും എല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതല്ലേ റിപ്പോർട്ട്? ഒരു മിനി പ്രോജക്റ്റ് പോലെ, ഒരു റിസർച്ച് അനാലിസിസ്. സോ നമ്മളെ അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അത് ചെയ്താൽ മതിയോ? അത് വലിയ ബുക്കാണെങ്കിൽ അതിൽ ചെയ്തോളൂ. പക്ഷെ അത് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ചിലര് ബുക്ക് മാർക്ക് ഒക്കെ വെക്കില്ലേ, തുടങ്ങുന്ന ഭാഗത്തും എൻഡ് ചെയ്യുന്ന ഭാഗത്തും. കാരണം അതൊരു സെപ്പറേറ്റ് സംഭവം എന്നുള്ള രീതിയിൽ കാണിക്കണം. ഞാനിത് പറയാം. നമ്മളെല്ലാം അതിലാണ് എല്ലാ മിസ്സുമാരുടെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചില സ്കൂൾസിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഇതിന്റെ എല്ലാം സ്പ്ലിറ്റപ്പ് ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്ട് വൈസ് തിയറി, പ്രാക്ടിക്കൽ സൈഡിലാണ് വരുന്ന ഒരു സെഷനാണ് 100 മാർക്കിന്റെ സർവേ, റിപ്പോർട്ട് ആൻഡ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിപ്പോർട്ടിൽ വരുന്നതാണ് നമ്മുടെ ഈ സർവേ. അപ്പൊ അവര് ചോദിക്കുക, നിങ്ങൾ എന്ത് റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കത് മാത്രം എടുത്ത് കൊടുക്കാനായിട്ട് പറ്റണം അല്ലെ. അസൈൻമെന്റ്സ് എന്താ ചോദിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അസൈൻമെന്റിന്റെ ബുക്ക് ഉണ്ട്. റെക്കോർഡ്, ഓരോരോ റെക്കോർഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ റെക്കോർഡും സെപ്പറേറ്റ്. അപ്പൊ എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചു, ഒരു റെക്കോർഡിൽ തന്നെ 2 എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു കേസ് വരുമ്പോ ഇങ്ങനെ, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് പോയ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ കാണിക്കാനായിട്ട് പറഞ്ഞു. നിങ്ങൾ റെക്കോർഡൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, അതായത് മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവര് ആണ് ഈ ചോദിക്കുന്നത്. അതൊക്കെ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ സർവേന്ന് കാണുമ്പോൾ എന്ത് സർവേയാ ചെയ്തേ, സെപ്പറേറ്റ് അല്ലേ നല്ലത്. നമുക്കൊരു ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അസൈൻമെന്റ്സ്, അതിപ്പോ അസൈൻമെന്റ് എല്ലാം കൂടെ ഒരു ബുക്കിലായാലും അവർക്കത് പ്രോബ്ലം ഇല്ല. അത് വേറെ വേണമെന്നൊന്നും അവരാരും പറയില്ലല്ലോ. എടുത്ത് അതിലിങ്ങനെ ടിക്ക് മാർക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ആക്കുകയല്ല. അപ്പൊ അത് അസൈൻമെന്റ് ബുക്കിനേക്കാളും നല്ലത് മാം പറഞ്ഞാൽ ഫയൽ ചെയ്ത് വെക്കുന്നത്. നോട്ട്ബുക്ക് ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഷീറ്റ്സ്, ഈ ക്വസ്റ്റ്യനെയറിന്റെ ഷീറ്റ് നമ്മൾ പിൻ ചെയ്ത് ചിലപ്പോ നോട്ട്ബുക്കിന്റെ സൈസും A4 ഷീറ്റുമായിട്ട് ചിലപ്പോൾ മാച്ച് ആവാതെയൊക്കെ വരും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാം. ആക്ടിവിറ്റി ബുക്ക് കീപ്പ് ചെയ്യുന്നവർക്ക് അതിൽ സൂക്ഷിക്കാൻ പറ്റില്ലേ? എന്നാലും മതി. ആക്ടിവിറ്റി ബുക്ക് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് അല്ലേ? അല്ല, റെക്കോർഡ് ബുക്ക് ഞാൻ പേഴ്സണലി സൂക്ഷിക്കുന്നത് റെക്കോർഡ് ബുക്ക് പോലെ ഒരു ബുക്കാണ്. അപ്പോൾ ചെയ്യുന്ന അത്യാവശ്യം ഉൾപ്പെടുത്തുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ അതിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ ബെറ്റർ. അസൈൻമെന്റിനകത്തിൽ ഉൾപ്പെടുത്തണ്ടെന്നല്ലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. സർവേ മാത്രമായിട്ട് അവര് ചോദിക്കുമ്പോ
ഈ ബുക്കും ആയിട്ടല്ലേ കാണിച്ചു കൊടുക്കുക. അതിന് പറഞ്ഞാൽ മതി, അവര് കൺവിൻസ്ഡ് ആയ പ്രോബ്ലം ഒന്നുമില്ല, അതൊരു പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒന്ന് കൊടുക്കാനും, അസൈൻമെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാനും, റെക്കോർഡിന് സെപ്പറേറ്റ് കൊടുക്കാനും, ആക്ടിവിറ്റി എന്നുള്ളതിലാണ്. അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ നല്ല അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ അവർ ഇംപ്രസ്ഡ് തന്നെയാവും. അതൊന്നും പ്രോബ്ലം അല്ല. അപ്പൊ അവരതൊക്കെ നോക്കൂ. സർവേ ചോദിച്ചപ്പോ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും കൂടെ അവരൊന്ന് നോക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഇനി വരും. നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് വളരെ ചുരുക്കി ഏറ്റവും കുറവ് സംസാരിക്കും. അതാണ് ഈ മെത്തേഡിൽ. ഭയങ്കരമായിട്ട് സംസാരിക്കില്ല. യെസ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതില് സാർ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യവും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഓൺലൈനിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എന്താ സർപ്രൈസ് ആയി. നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് എഴുതുന്നുണ്ട്, അസൈൻമെന്റ് ചെയ്യിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനൊക്കെ കൂടുതൽ അവര് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഞാനത് കാണിച്ചു കൊടുത്തപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അതാണ് ഞാൻ മാമിനോട് ചോദിച്ചത്. ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാ ട്രെയിനീസിന്റെ അടുത്തും ചോദിക്കുന്നത് ഓൺലൈനിൽ ഇത് പറ്റുമോ എന്നുള്ളത്. ഓൺലൈനിൽ ഇത് എങ്ങനെ പറ്റുമോ ആലോചിച്ച് കുറെ നാള് ഞാൻ ഈ കോഴ്സ് എന്നോട് ക്ലാസ് എടുക്കാൻ പോകുന്ന ജയദേവ് സാർ ചോദിച്ച സമയത്ത് ഞാൻ സർ എങ്ങനെ ഞാൻ ഓൺലൈനിൽ മോണ്ടിസോറി പഠിപ്പിക്കും, സെമിനാർ ചെയ്ത കാര്യം പറഞ്ഞപ്പോ ആ സ്കൂളിലെ HM ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ സെമിനാർ ചെയ്യും എന്നുള്ളത് എന്നോട് ഭയങ്കര അതിശയത്തോടെ ചോദിച്ചു. സെമിനാർ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ച് കുറെ ദിവസം തുറക്കുന്നുണ്ടല്ലോ, കുറെ നേരം ആലോചിച്ച് ഇങ്ങനെ എന്തായിരിക്കണം ചെയ്താൽ ശരിയാവുക. പിന്നെ ഞാനങ്ങ് ഇറങ്ങി എങ്ങനെയാലും വരട്ടെ എന്ന് വെച്ച്. അപ്പൊ പിന്നെ നമുക്ക് വരുന്ന ടീം, എല്ലാ ബാച്ചിലും ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് മേർജ് ആവുമായിരുന്നു. അവര് റെഡിയായി, എന്തിനും റെഡി ആയിട്ട് വന്നു അവര്. ആ ഒരു ഇതുണ്ടായിരുന്നു. ഈവൻ റെക്കോർഡ് ക്ലാസ് ആ ഒരു പൂർണ്ണ മനസ്സോടെ കേൾക്കുന്നവരാണെങ്കിൽ പോലും അവരും പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. കഴിഞ്ഞ ദിവസം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, FT4 പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് വന്നതാ. അപ്പൊ അത് ഭയങ്കര പ്ലീസിംഗ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ക്ലാസ്സിലൊന്നും കയറാറില്ല, റെക്കോർഡ് ക്ലാസ്സാണ് കാണുന്നത്, മോർണിംഗ് കിച്ചണിൽ നിന്നുകൊണ്ട് കേൾക്കും. എനിക്ക് എന്റെ കൊച്ചുകുട്ടികളാ, മക്കളോട് തന്നെ ഒരു അപ്രോച്ച് മാറി. പുള്ളിക്കാരിക്ക് സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, ഗവൺമെന്റ് ജോലിയുള്ള ഒരാളാണല്ലോ, സ്കൂള് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹം, ടീച്ചർ ആവണമെന്ന് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്താൽ ഒരു വർക്കും ചെയ്തിട്ടില്ല, കുറേശ്ശെ ചെയ്ത് തുടങ്ങി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സ്കൂള് തുടങ്ങുന്നവരെ സംബന്ധിച്ച് മാർക്ക് ഒരു പ്രശ്നമല്ലല്ലോ. പക്ഷെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു ക്രൈറ്റീരിയ തന്നെയാണല്ലോ. അതുകൊണ്ട് പെൻഡിങ് ഒന്നും ആവാതെ വർക്ക്സ് എല്ലാം ചെയ്യാം. ഞാനും പെൻഡിങ് ആവാതെ എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കുറെ നേരമായിട്ട് പേജ് നമ്പർ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു. നമ്മൾ ലാസ്റ്റ് സൈക്കോളജിയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേക്ക് വന്നിരുന്നോ? വന്നെന്നാണ് എനിക്ക് ഓർമ്മ. അപ്പൊ ശ്രദ്ധിക്കുക, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ദിവസവും ഇതിനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ, ക്ലാസ് 1 hour നിങ്ങൾ കയറുന്നുണ്ട് ശരി, ഒരു 30 മിനിറ്റ്സ് നമ്മളുടെ അസൈൻമെന്റോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ഡു. ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു ഫോളോ സിമ്പിൾ, ദാറ്റ് ഈസ് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാം സിമ്പിൾ ആയിട്ട് മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരാളോട് സംസാരിക്കുമ്പോഴും വലിയ കൺഫ്യൂഷൻസ് ഒന്നും അയാൾക്ക് തോന്നരുത്. ആ രീതിയിൽ സിമ്പിൾ ആയിട്ട് സംസാരിക്കുക, അത് വളരെ ചുരുക്കി പറയുക. എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഒബ്ജക്ടിവിറ്റി, അതിനെ കുറിച്ച് മാത്രം പറയും. കാർഡടിച്ച് വെടിവെക്കാൻ നിൽക്കില്ല. ഇല്ല, അതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് അറിയുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ശ്രദ്ധിക്കും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയേണ്ട കാര്യം മാത്രമാണോ പറയുന്നതെന്നുള്ളത്. ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും അതാണ്. വെറുതെ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രമുള്ള റിപ്ലൈ കൊടുക്കുക, അതാണ്. സോ സൈക്കോളജി പാർട്ടിനെ കുറിച്ച് എന്തായാലും അതിലെ ടോപ്പിക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ട് വന്ന സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു.
ഇനി മുന്നിൽ വരുന്ന ഒരു കുഞ്ഞിനെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് സൈക്കോളജി എന്നുള്ള യൂണിറ്റ് 6 കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞല്ലോ. ഞാൻ ഷെയർ ചെയ്യുന്നില്ല. യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സെൽഫ് ഇംപ്രൂവ് ചെയ്യുക, പേഴ്സണാലിറ്റിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷനിലൂടെ നടക്കുന്നത്, അല്ലെ? ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടാതെ ഇരുത്തി പഠിപ്പിക്കുവാണെങ്കിൽ അത് അപ്പോ ആ ഒരു പാരന്റ്സ് അതിനനുസരിച്ച്, അതായത് സ്കൂളിൽ ചെല്ലുമ്പോൾ അവൻ സോഷ്യലൈസ് ചെയ്യുന്നു, അവന്റെ ഇമോഷണൽ നീഡ്സ് അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ അവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം കുഞ്ഞിന് വരും. സെയിം തന്നെ നമുക്ക് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് കിട്ടണം. ശരിക്കും സ്കൂൾ എന്നുള്ള എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നടക്കും, അവന്റെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ്. ഇതൊരു സയൻസ് ആണ്. അത് പ്രൈമറി ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ടീച്ചിങ്. നമ്മളൊരു എഡ്യൂക്കേഷൻ സെറ്റിങ്ങില് ശരിക്കും ഒരു ക്ലാസ് റൂമിൽ 2 പേരാണുള്ളത്, അല്ലെ? ലേണറും ടീച്ചറും, ഇനി ഫെസിലിറ്റേറ്റർ. പഠിപ്പിക്കുന്ന ഒരാളും പഠിക്കുന്ന ആളും, അല്ലെ? ലേണിംഗ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. സബ്ജക്ട് സ്റ്റഡീനേക്കാളും ഒരു ലേണിംഗ് പ്രോസസ് അതിൽ നടക്കണം. അപ്പൊ അവിടെ ആ ടീച്ചറും കുട്ടികളും തമ്മിൽ, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററും ആ കുട്ടികളും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരണം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകാനായിട്ട് ടീച്ചർക്ക് പറ്റണം. ഈ ടീച്ചർ പല പല റോളാണ് എടുക്കുന്നത്, അല്ലെ? ഒരു മോട്ടിവേറ്റർ ആയിരിക്കും, ഒരു ഡേറ്റ കോച്ച് ആയിരിക്കും. സ്പോർട്സിൽ കോച്ചൊക്കെ ഉള്ളതുപോലെ ഇൻഫർമേഷൻസ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡേറ്റ കോച്ച് ആയിരിക്കും. പല പല ടീച്ചിങ് മെത്തേഡ്സ് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കനുസരിച്ച് ഇവർ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ കുട്ടിയുടെ കോഗ്നിറ്റീവ്, ബുദ്ധിപരമായും ഇമോഷണൽ, മോറൽ എല്ലാ ഡെവലപ്മെന്റും അവിടെ നടക്കുന്നു. പിന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പും അവിടെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ആണ് കുട്ടിയും പാരന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ടീച്ചർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പാരന്റ്, ആ ഒരു ഫാമിലിയിലെ പല കാര്യങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇടപെടേണ്ടതായിട്ട് ആ ഒരു ടീച്ചർക്ക് വരും. അപ്പൊ അതാണ് എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഇത് ടീച്ചർക്ക് മനസ്സിലാകണമെങ്കിൽ ടീച്ചർക്ക് ഇതിനുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. കുട്ടിയെ അവരുടെ കപ്പാസിറ്റി, എബിലിറ്റി അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാനാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അത് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കണം, അവന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണം. പിന്നെ എന്താ പറയുക, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുമാണ് അതായത് വരുന്നത്. സ്റ്റഡി ഓഫ് മെമ്മറി, ആ ഒരു മെമ്മറി അതിന്റെ രീതികൾ ഒരു കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽ ആണ്, അവർ യുണീക്ക് ആണ്, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളായിരിക്കും, പൊട്ടൻഷ്യൽ ആയിരിക്കും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയ പുതിയ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് എടുക്കാനായിട്ട് ടീച്ചർക്ക് പറ്റണം. ഈ കുട്ടികൾക്കിടയിൽ ലേണിംഗ് പ്രോസസ് കൊണ്ടുപോകുമ്പോൾ ഗ്രൂപ്പ് ലേണിംഗ് ആണ് ട്രഡീഷണൽ മെത്തേഡിൽ നടക്കുന്നത്. അതായത് എല്ലാ കുട്ടികളും കൂടെ ഒരു ക്ലാസ് റൂമിൽ 30 പേരുണ്ടെങ്കിൽ 30 പേരെയും കൂടെ ഒരുമിച്ചിരുത്തിയായിരിക്കും പഠിപ്പിക്കുന്നത്. ആ 30 പേരുടെ പേസ്, സ്പീഡ്, റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരു കുഞ്ഞ് 5 മിനിറ്റ് എടുക്കുമായിരിക്കും, വേറൊരു കുട്ടിക്ക് ചിലപ്പോൾ അത് ആ സെയിം പ്രോബ്ലം 10 മിനിറ്റ് വേണ്ടി വരും. അപ്പൊ 2 പേരുടെയും പേസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒരാൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റേ ആൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരാൾ സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും മറ്റേ ആൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് ടീച്ചറുടെ സൈഡിൽ നിന്ന് കിട്ടുന്നു. ടീച്ചർ ജനറലി ക്ലാസ് എടുക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ആ ഓരോ കുട്ടിയും അത് എങ്ങനെ എടുക്കുന്നു, അവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റും. അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ്മാര് പറയും, നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്താലും ഇവിടെ നിൽക്കുന്ന എനിക്ക് മനസ്സിലാകും. ഇതാണ് സൈക്കോളജിയുടെ ഒരു പവർ തന്നെയാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ നമുക്ക്, അവര് ഒരു മിസ്ചീഫ്, ഒരു നോട്ടി കാര്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് പ്രോസസ്സിലൂടെ അവന് ശരിക്കും പോകാൻ പറ്റുന്നുണ്ടോ, അവനത് ശരിക്കും എടുക്കുന്നുണ്ടോ, ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ് അതാണ്. അത് പഠിക്കുന്നു, ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ടീച്ചർമാരെ
ഉള്ള എബിലിറ്റി കിട്ടുന്നു. പിന്നെ സംടൈംസ് ചില കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അത് കൊടുക്കേണ്ടതായിട്ട് വരും അവരുടെ നീഡ്സ് അനുസരിച്ച്. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷ്വലി ഇംപവർമെന്റ്, ഇപ്പൊ സ്പെഷ്യൽ സ്കൂളുകളിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഡിഫോമിറ്റീസ് അനുസരിച്ച് അവരെ മാറ്റി, എഴുതുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ച്, അങ്ങനെ വിരലുകൾ പിടിക്കാൻ പറ്റാത്തവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി കൊടുക്കും. ചിലപ്പോ പാർഷ്യലി ബ്ലൈൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുള്ളി ബ്ലൈൻഡ് ഉണ്ടാവും. പിന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളവരുണ്ടായിരിക്കും, സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെ ഓരോ കുട്ടികൾക്കും അപ്പൊ അതിനനുസരിച്ചാണ് അവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും, കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കി അവരെ അതിന് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. പലപ്പോഴും ഈ നീഡ്സ് എന്ന് പറയുന്നത് ലേണിംഗ്, ഞാൻ ഷെയർ ചെയ്യുന്നില്ല, നമുക്ക് അതിന്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റീസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് ഉണ്ടാവും, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. പിന്നെ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ്, നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടാവില്ല, അപ്പൊ ആ രീതിയിൽ ഡിസബിലിറ്റീസ് ഉണ്ടാവും. ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സർവീസ് തന്നെ, അഡീഷണൽ എഡ്യൂക്കേഷണൽ സർവീസ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഒരു ഡിഫറൻസ് പാത്ത് ഓഫ് ടീച്ചിങ് ആയിരിക്കും. സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മെത്തേഡ് ആയിരിക്കില്ല അവിടെ. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബ്രെയിൻ ടി.വി യൂസ് ചെയ്യുന്നുണ്ടാവും, പല ടെക്നോളജീസും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് പലതരം ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും ഇവരുടെ ഒരു ടീച്ചിങ് ഏരിയ പോകുന്നത്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മെത്തേഡ് തന്നെയാണ്. എന്താണോ കുട്ടിയുടെ നീഡ് അതിനനുസരിച്ചാണ് അവിടെ കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ വൺസ് മോണ്ടിസോറി മെത്തേഡിലൂടെ കടക്കുമ്പോൾ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ കാര്യത്തിലും എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകും. കുറെ കൂടെ നമ്മളൊന്ന് ട്രെയിൻഡ് ആവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയില് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ട്രെയിൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഏത് കുട്ടികളും മുന്നിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാനും നമുക്കത് ചിലപ്പോൾ അഡ്രസ് ചെയ്ത് അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. ബട്ട് നമുക്കത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിനെപ്പറ്റി നമുക്ക് വലിയ അവയർനെസ് ഇല്ലെങ്കിൽ കൂടിയും മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് മനസ്സിലാകും എന്താണ് കുട്ടിയുടെ പ്രോബ്ലം എന്ന് മനസ്സിലാകും. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, എവിടെ ചെന്നിടണം, എങ്ങനെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സർവീസ്. ഒരു നല്ലൊരു ജനറേഷന് നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ഒരു ആ ഫൗണ്ടേഷനിലെ മെയിൻ ആളുകൾ തന്നെയാണ് നമ്മൾ. അപ്പൊ നമ്മളുടെ റോൾ അത്രത്തോളം ഉണ്ട്, നമ്മൾ അത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അത് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ ഡെവലപ്മെന്റിന്റെയും ഫൗണ്ടേഷനാണ്. ഏത് കാര്യമാണെങ്കിലും അതിന്റെ ഫൗണ്ടേഷനാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇപ്പൊ ഡിഗ്രി ലെവലിലൊരു കുട്ടി, PG യിലുള്ളൊരു കൊച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. കാരണം അതൊരു സ്ലൈഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് സെമിനാർ എടുപ്പിക്കാം. പക്ഷേ ഈ 3 years ആ ഒരു ഏജ് തുടങ്ങി വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഫസേഴ്സിനൊക്കെ എന്ത് സാലറി അല്ലേ, പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന ടീച്ചർക്കാണ് ഏറ്റവും ലോ സാലറി. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണത്. ഈ PhD ചെയ്യാൻ ഒരു കുഞ്ഞ് ഡെവലപ്പായി വരണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഈ ഒരു പ്രീ പ്രൈമറി ആ ഒരു സെഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ പുറത്ത് യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും ഒക്കെ നല്ല വാല്യൂ ചെയ്യുന്നുണ്ട്, നല്ല സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഇതൊരു സർവീസുമാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾക്കൊരു നല്ലൊരു ഇൻകം സോഴ്സ് കിട്ടുകയും വേണം എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാലോചിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ നേച്ചറാണ്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചറാണ്. ഇതിന് പല കീ ഫാക്ടേഴ്സ് ഉണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലാസ് നിർത്താം. ഒന്ന് നമുക്കറിയാം സ്റ്റുഡന്റ് ലേണർ, മറ്റേത് ആ കുട്ടി കടന്നു പോകുന്ന പ്രോസസ്സിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലേണിംഗ് എക്സ്പീരിയൻസസ്. അതാണ് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതാണ് ലേണിംഗ് എക്സ്പീരിയൻസസ്. 3 ആ ലേണിംഗ് പ്രോസസ്. 4 പഠിക്കുന്ന സ്ഥലം, എൻവിയോൺമെന്റ് അല്ലെ, ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് എൻവിയോൺമെന്റ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഫെസിലിറ്റേറ്റർ. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആട്ടോ.
നമ്പർ ഇട്ട് വന്നപ്പോൾ ഫെസിലിറ്റേറ്റർ ലാസ്റ്റ് ആയതേ ഉള്ളൂ. അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ളതിനേക്കാളും ഫെസിലിറ്റേറ്റർ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻ, പിന്നെ ടീച്ചർ. ഈ 5 കീ ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ളതാണ്, ഒരു സെക്കൻഡ് പേജ് ആയിട്ട് വരും. നിങ്ങളത് മെയിൻ കാര്യമാണ് അതിലെ, അത് നല്ലതുപോലെ മനസ്സിലാക്കുക. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഫൈൻ, സൈൻ ഔട്ട് ഉണ്ടോ? Ma'am. Good afternoon, ma'am. Good afternoon, friends. Today I am signing out by saying a word by Winston Churchill. Attitude is the little thing that makes big difference. It means if our attitude towards every problem makes the big difference. A positive attitude to the big problem makes the problem positive. The negative attitude to the small problem makes the problem negative. So our attitude is important for everything, every problems and our happiness. Thank you, ma'am. Thank you, Jisha ma'am, and thank you all our friends for the wonderful class. Okay, thank you so much. മാം, എനിക്ക് കഴിഞ്ഞ സാറ്റർഡേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന, അവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം കിട്ടുന്ന ഇന്റർവ്യൂ ആയിരുന്നു. സ്കൂളിൽ 6, 7, 8 ആ ഒരു ഇതിൽ പഠിപ്പിക്കാനായിരുന്നു. എനിക്ക് PG മാത്രമേ ഉള്ളൂ, BEd ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ കിട്ടാറില്ല. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് പോയിട്ട് ഭയങ്കര കൂളായിട്ട് ചിരിച്ചോണ്ട് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എന്നെ റിജക്റ്റ് ചെയ്തു. എന്നെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള BEd ഒക്കെ ഉള്ള ആൾക്കാർ വന്നു. പക്ഷെ എങ്കിൽ എനിക്ക് അവിടെ പോയി ഇരുന്നിട്ട് എന്നെക്കാട്ടി ടെൻഷനോടെ അവരൊക്കെ ഇരുന്നിട്ട് ഞാൻ അവിടെ പോയിരുന്ന് ഭയങ്കര ചില്ലായി, ഭയങ്കര കൂളായിട്ട് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ സംസാരിക്കാൻ പറ്റിയതില് ഞാൻ തന്നെയാണോ ഇങ്ങനെ സംസാരിച്ചെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര, ശരിക്കും അതൊക്കെ ഇവിടുത്തെ ക്ലാസ് കൊണ്ടും കാര്യങ്ങളോണ്ടും കൂടി മാത്രം കേട്ടോ. അല്ലാണ്ട് നമുക്കിങ്ങനെ ഇതുപോലെ എന്നോട് കുറേ സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചസിലുള്ള എല്ലാ ഇതില്, അതായത് എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സിവിക്സ്, പിന്നെ ജിയോഗ്രഫി, എല്ലാ പോർഷൻസ് നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗ്ലോബലിയും ചോദിച്ചു. എനിക്ക് കിട്ടാത്ത 2-3 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ഇന്റർനാഷണലില് അറിയപ്പെടുന്ന കുറച്ച് 5 ലീഡേഴ്സിന്റെ പേര് വെച്ചിട്ടൊക്കെ, അതൊക്കെയാണ് എനിക്ക് കിട്ടാത്തത്. ബാക്കി എനിക്ക് പറയാൻ പറ്റി. എന്താ പറയുമ്പോ ഇന്ത്യയിലേക്ക് വന്നിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക്. പക്ഷെ എനിക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു, പോസിറ്റീവ് ഫീൽ. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെങ്കില് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഇനി ഒരു ഇന്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇവിടെ നോട്ടി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കേൾക്കുന്നതാണ് സന്തോഷം. ഓക്കെ ഫൈൻ. ഓക്കെ ബൈ. മെസ്സേജ് ഓരോ മെസ്സേജ് അയച്ചതിന്റെ ഇടയിൽ കൂടെ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. സെയിം സിനി, എനിക്കും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്കത് എവിടേക്കാ പോണേന്ന് എനിക്കും അറിയില്ല. സാറ്റർഡേ സൺഡേ ഞാൻ മിസ് ചെയ്യുന്നത് ക്ലാസ്സസ്. ഓക്കെ ഫൈൻ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. PFA ഇടാം. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മാം, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ. മാം ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്, അപ്പം ഞാനത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മേ ബി ഈ വട്ടം ജോയിൻ ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ മോണ്ടിസറി മെത്തേഡ് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ് അത് പഠിക്കാൻ. എന്താണ് മാം, ക്ലിയർ ആയില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാം. എക്കോ വന്നു, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് പറ്റും. മോണ്ടിസോറി മെത്തേഡ് പഠിക്കുമ്പോ ഇപ്പം ഐഷ പറഞ്ഞില്ലേ, ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ആ പ്രസന്റേഷൻ, അതിനൊട്ടും ഒരു ടെൻഷൻ വന്നില്ല എന്നുള്ളത് വളരെ കൂളായിരുന്നു. നമ്മള് ഒരു ഇപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ കാര്യം പഠിക്കാൻ പോകണമെന്ന് വെച്ചാല് നമുക്കത് ഈ ഒരു ഡ്രീം അതൊന്ന് ഫുൾഫിൽ ആകണം.
ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആകണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പഠിക്കാൻ പറ്റും. മോണ്ടിസോറി മെത്തേഡ് പഠിച്ചു കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി കേപ്പബിൾ ആവുക ചെയ്യുന്നത്. B.Ed കഴിഞ്ഞ പോകുന്ന ഒരാൾക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. മോണ്ടിസോറി മെത്തേഡ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട്, ഈസി എന്നല്ല, നമുക്കത് നമ്മൾ ഓൾറെഡി കേപ്പബിൾ ആയി എങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇതൊരു ഒരു പൊൻതൂവൽ കൂടി എന്നൊക്കെ പറയണ പോലെ നമുക്കത് പറ്റും. പക്ഷെ അല്ലാതെ ഒരു ഡിഗ്രി, ഒരു B.Ed കഴിഞ്ഞ് പെട്ടെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഇത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഇത് മനസ്സിൽ വേണം, എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യണം. ആ ഒരു രീതിയിൽ പോകുമ്പോൾ അവർ അത് ഉൾക്കൊണ്ടിട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, ഞാൻ നമ്മുടെ ഫ്രെയിമിങ് ബക്കിംഗ് സെയിംസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ഈ ബെഡ് സ്റ്റിച്ചിങ്ങിന്റെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് ഒരു കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാ. മേ ബി ഈ വട്ടം ജോയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹം, എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്നാ ബൈ. 1:30 ക്ലാസ് ഉണ്ട്, അതിനിടയ്ക്ക് കുറച്ച് പണികളുണ്ട്. Thank you, ma'am. താങ്ക് യു മാം.